ഹായ് ഗായ്സ്. ഒരുപാട് വെയിൽ കൊണ്ടുണ്ടാവുന്ന സൺ ടാന്, ചുളിവ്, നിറമില്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ഓയിലിൻ്റെ റെമഡിയാണ് നമ്മൾ ഇന്ന് നോക്കി കാണാൻ പോകുന്നത് കേട്ടോ. ഓയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ ഒന്ന് നെറ്റ് ചുളിക്കും. കാരണം എന്താ, പിമ്പിൾസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പിമ്പിൾസ് ഒന്നും വരാതെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് വൈറ്റ് ആൻഡ് ഗ്ലോ ആക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ല അല്ലേ, സൂപ്പർ അല്ലേ? ആ ഒരു ഓയിലാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ മെത്തേഡിൽ തന്നെ വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഓയിലാണെങ്കിലും ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും അത് എത്ര വലിയ ആക്നി പ്രോൺ സ്കിന്നുകാരാണെങ്കിലും പിമ്പിൾസ് ഉള്ളവരാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. അത്രയും സൂപ്പർ എഫക്റ്റീവ് റിസൾട്ട് തരുന്ന ഒരു ഓയിലാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും സൂപ്പർ ഇൻഗ്രീഡിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ തേടി തെരഞ്ഞു വരും ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം അറിയിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സ്കിൻ വൈറ്റനിങ് ഓയിൽ എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ള വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വൈറ്റനിങ് ഓയിൽ തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഹെംപ്സീഡ് ഓയിലാണ്. ഈ ഒരു ഹെംപ്സീഡ് ഓയിൽ അല്ലെങ്കിൽ ആർഗൺ ഓയിൽ, ഇതിൽ ഏതെങ്കിലും ഒരു ഓയിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. കാരണം നമ്മളിത് ബോഡിയിലേക്കല്ല ഫേസിലേക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ബോഡിയിലേക്കാണെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ എടുത്താലും നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫേസാണ് പറയുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കേട്ടിട്ട് എന്തെങ്കിലും തെറ്റിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പണി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ പറഞ്ഞേക്കരുത്. അതുപോലെ കുറേ പേര് വന്ന് താഴെ ചോദിക്കും, ചേച്ചി ആ ഒരു ഓയിൽ എടുത്തോട്ടെ ഈ ഒരു ഓയിൽ എടുത്തോട്ടെ എന്നൊക്കെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ചേരുമെങ്കിൽ എടുക്കാം. അതല്ല നിങ്ങൾക്ക് പിമ്പിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പിമ്പിൾസ് വരാതിരിക്കാനുള്ള ഒരു മെത്തേഡിലുള്ള ഒരു ഓയിൽ പ്രിപ്പറേഷനാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ച് വരരുത് കേട്ടോ. നിങ്ങൾ ഓലിവ് ഓയിൽ എടുത്തോട്ടെ ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ. നിങ്ങൾക്ക് പിമ്പിൾസ് വരികയാണെങ്കിൽ പിന്നെ നമ്മളത് ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വെറുതെ സ്കിൻ ടോൺ മാത്രം ഇമ്പ്രൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഹെംസീഡ് ഓയിൽ അല്ലെങ്കിൽ ആർഗൺ ഓയിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഒരു ഓയിൽ. അപ്പോൾ ഫേസിലേക്ക് മാത്രമായിട്ട് നിങ്ങളിത് ഉണ്ടാക്കി വയ്ക്കുക. ബോഡിയിലേക്കാണെങ്കിൽ നിങ്ങൾ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ഈ രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഹെംസീഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതൊരു 50 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മതിയാവുമല്ലോ. ഫേസിലേക്ക് പറയുമ്പോൾ നമുക്ക് 2-3 തുള്ളി മാത്രം മതിയാവും. അതുകൊണ്ടൊരു 50 ഗ്രാമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഓയിലിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇനി നമ്മളിതിനകത്തേക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കി കാണാം ഓരോന്നായിട്ട്. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നട്ട്മഗ് ആണ്. ഈ ഒരു നട്ട്മഗ്, അതായത് ജാതിക്ക എന്നല്ല പറയുന്നതിനാ. ഓക്കെ, അപ്പോൾ ഈ ഒരു നട്ട്മഗാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരെണ്ണം മാത്രം മതി, ഒരുപാട് വേണ്ട. കാരണം നമ്മളിവിടെ 50 ഗ്രാമാണ് ഓയിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നട്ട്മഗ് നമ്മൾ നന്നായിട്ടൊന്ന് കല്ല് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരും കേട്ടോ. കാണുമ്പോൾ നമുക്ക് ബലമുള്ള പോലെ ഉണ്ടാവും, പക്ഷെ നമ്മളൊന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ പൊടിഞ്ഞു വരും. അപ്പോൾ ഞാൻ ഈ രീതിക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ ഒരു ഓയിലിനകത്തേക്ക് നമ്മളതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ലിക്രൈസിൻ്റെ പൗഡർ, ഇരട്ടി മധുരത്തിൻ്റെ പൊടി. അതൊരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ 50 ഗ്രാം ഓയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു അളവിലാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിക്വറൈസ് പൗഡർ ആണെങ്കിലും നട്ട്മഗ് ആണെങ്കിലും നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാനായിട്ടും അതുപോലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ടും സൂപ്പറായിട്ടുള്ള ആൾക്കാരാണ്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ആൾ അതിനേക്കാളും സൂപ്പറായിട്ടുള്ള ആളാണ് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ മഞ്ഞൾ തന്നെയാണ്. ഒരു 1/4 ടീസ്പൂൺ അത്രമാത്രം മതിയാവും, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. നമ്മൾ ലിക്വറൈസിൻ്റെ അടുത്ത് അതേ അളവാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ രീതിക്ക് ചെയ്യുക. കാരണം ഇത് സ്റ്റെയിൻ ആവും, നമ്മൾ രാത്രി ഇട്ട് കിടക്കേണ്ട സാധനമാണ്. അപ്പോൾ സ്റ്റെയിൻ ആവും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഈ ഒരു മഞ്ഞൾ എടുക്കുക. അപ്പോൾ ഞാനിവിടെ മഞ്ഞളൊരു 1/4 ടീസ്പൂൺ മുകളിലായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കാൻ കേട്ടോ. ഈ ഒരു മഞ്ഞളാണെങ്കിലും ലിക്വറൈസ് ആണെങ്കിലും നട്ട്മഗ് ആണെങ്കിലും നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാനായിട്ടും പാടുകൾ കുറയ്ക്കാനായിട്ടും പിമ്പിൾസൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യം കൂടി നമ്മൾ ഈ ഒരു ഓയിലിനകത്ത് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഓയിൽ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്ന ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ആണ് കേട്ടോ. ഇത് തന്നെ വേണം നിങ്ങളും ചെയ്യാനായിട്ട്. ആരും ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചൂടാക്കരുത്. ഈ രീതിക്ക് നമ്മൾ വെള്ളം തിളപ്പിക്കുക, നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. എന്നതിന് ശേഷം ഈ ഒരു ബോട്ടിൽ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു 20-25 മിനിറ്റോളം അതിൽ കയറി നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഒരു ബോട്ടിലൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഓപ്പൺ ചെയ്ത് മിക്സ് ആക്കണ കാര്യമല്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊരു 20-25 മിനിറ്റ്
ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. എന്നതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അന്നേരം ഉപയോഗിക്കാൻ പാടില്ല. നമ്മളിതൊരു 3 ദിവസം കഴിഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന കാര്യങ്ങളുടെ എസൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി വരാനായിട്ടാണ് ഈ ഒരു 3 ദിവസം നമ്മൾ സമയം കൊടുക്കുന്നത്. 3 അതിൽ കൂടുതൽ ദിവസം സമയം കൊടുത്താലും നോ പ്രോബ്ലം, നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. ഒരു 1 വീക്ക്, ഞാനൊക്കെ 1 വീക്ക് വരെ സമയം കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 വീക്ക് വരെ നിങ്ങളിത് എടുത്ത് വെക്കുക. എടുത്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുക, അത്രയും നല്ലത് കേട്ടോ. അതല്ല പെട്ടെന്നൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾ മാറ്റി വയ്ക്കുക. എന്നതിന് ശേഷം വേണം ഇത് ഫിൽറ്റർ ചെയ്തിട്ട് ഈ ഒരു ഓയിൽ നമുക്ക് സെപ്പറേറ്റ് ആക്കാനായിട്ട്. അപ്പോൾ ഈ രീതിക്ക് നമ്മളങ്ങ് ഒഴിച്ച് വേറൊരു ബോട്ടിലകത്ത്, ചില്ല് ബോട്ടിൽ തന്നെ എടുത്ത് വെക്കാനായിട്ട് നോക്കുക കേട്ടോ. നമുക്കിത് അൽമാരിക്കകത്ത് വെക്കാം. എന്നതിന് ശേഷം ഇത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് 1-2 തുള്ളി അത്ര മാത്രം മതിയാകും. ഒരുപാട് അങ്ങ് വാരി തേക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 1-2 ഡ്രോപ്പ് അത്ര മാത്രം മതിയാകും. നമുക്ക് വേണമെങ്കിൽ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കഴുത്തിലുണ്ടാവുന്ന ആ ഒരു കറുപ്പ് മാറ്റാനായിട്ടും ഇത് ബെസ്റ്റാണ്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ രാത്രി അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ രാത്രി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകലും അപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 7 ഡേയ്സ് കേട്ടോ, അത്രയും തന്നെ പോണ്ടി വരില്ല. നല്ല സൂപ്പർ റിസൾട്ട് ആയിരിക്കും. നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നീട് നമ്മളിത് നിരന്തരമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും പാടുകളാണെങ്കിലും എല്ലാം തന്നെ ഫെയ്ഡ് ഔട്ട് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുമാത്രമല്ല പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിമ്പിൾസ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ബോഡിയിലേക്കാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ ഉപയോഗിക്കേണ്ട മെത്തേഡ് വേറെയാണ്. നമ്മൾ ഈ ഒരു ജാതിക്കാണെങ്കിലും ലിക്വറൈസ് ആണെങ്കിലും ഇതിന് ഡ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. മഞ്ഞളാണെങ്കിൽ പച്ചമഞ്ഞൾ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് 3ഉം കൂടി നന്നായിട്ട് അമ്മിയിൽ ചതച്ചെടുക്കാനായിട്ട് നോക്കുക. കാരണം ലിക്വറൈസ് ഒന്നും മിക്സി ബൗളിനകത്തിട്ട് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നല്ല രീതിക്ക് ഇത് മെഴുക് പോലെ അരച്ചെടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കാം. ഈ രീതിക്ക് നമുക്ക് ബോഡിയിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അതല്ല നമുക്ക് ഫേസിലേക്കാണെങ്കിൽ ഞാൻ ഈ കാണിച്ച മെത്തേഡ് തന്നെ വേണം നിങ്ങൾ ഫോളോ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.